അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഹൈറിച്ചിലെ ഓരോ മെമ്പേഴ്സിൻ്റെ അടുത്തും അത് ഏറ്റവും മെയിൻ തട്ടിൽ നിൽക്കുന്ന ലീഡേഴ്സ് മുതൽ ഇങ്ങ് താഴെ തട്ടിൽ നിൽക്കുന്ന മെമ്പറായിട്ടുള്ള ഒരു ഐഡിയ എടുത്ത് വന്നിട്ടുള്ള അവരെയും ലീഡേഴ്സായിട്ട് തന്നെ പറയുന്നത് ആ ഒരു മെമ്പറിൻ്റെ അടുത്തോളം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് സംയമനം പാലിച്ച് നിങ്ങളൊന്ന് ക്ഷമയോടെ കാത്തു നിൽക്കുക. നിങ്ങൾ കേസ് കൊടുത്തിട്ടോ ഇന്നത് കൊടുത്തിട്ടോ അത് കൊടുത്തിട്ടോ ഒന്നും യാതൊരു കാര്യവും ഇതിനകത്ത് വരുന്നില്ല. ഈ ജഡ്ജ്മെന്റ് വന്നിട്ട് ജഡ്ജ്മെന്റിൽ കമ്പനിക്ക് തുറന്ന് പ്രവർത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ, കാര്യം നമ്മൾ നെഗറ്റീവായിട്ടും കാണുക പോസിറ്റീവായിട്ടും കാണുക, ഓക്കെ, പ്രവർത്തിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ ക്യാഷ് എത്രയും പെട്ടെന്ന് കിട്ടും. അഥവാ അല്ല ഇത് ബക്സ് ആക്റ്റിൽ വരുന്നതാണ്, ബക്സിന്റെ പരിധിയിൽ വരുന്ന ഒരു ഇതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൈസ കിട്ടാൻ കുറച്ച് താമസം എടുക്കും. ചിലപ്പോൾ 7, 8, 9 വർഷം വരെ നമുക്ക് എടുക്കാം. കാര്യം ഫണ്ട് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അത്രയും വലിയൊരു പ്രശ്നം വരുന്നില്ല. കുറച്ച് ഫണ്ടിന്റെ ഷോർട്ടേജ് വരും, അത് ബാക്കിയുള്ള രീതിയിൽ കോടതിയും ബാക്കി ഭരണകൂടവും കൂടെ അറ്റാച്ച് ചെയ്ത് നമ്മുടെ ക്യാഷ് കിട്ടും. പക്ഷെ ഇതൊക്കെ സംയമനം പാലിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ പെട്ടെന്ന് കിട്ടണം അല്ലെങ്കിൽ നാളെ തന്നെ വിധി പറയണം എന്നൊന്നും കോടതിയോടോ അല്ലെങ്കിൽ ഇവിടുത്തെ സിസ്റ്റത്തോടോ നമുക്ക് അവകാശപ്പെടാൻ നമുക്ക് പറ്റില്ല. പ്രത്യേകിച്ച് കോടതിയോട് നമുക്ക് പറ്റില്ല. അപ്പോൾ ആ കോടതിയോടുള്ള ബഹുമാനവും റെസ്പെക്റ്റും നിങ്ങൾ കാണിക്കുക, ഓരോ മെമ്പേഴ്സും കാണിക്കുക. പിന്നെ ഈ വരുന്ന വിധിന്യായം പവർഫുൾ ആയിരിക്കും. അത് എനിക്ക് തോന്നുന്നു ഹൈക്കോടതിയിൽ അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോയാൽ പോലും നമുക്ക് എന്ത് പറയാനാ ചലഞ്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള നല്ല ഒരു വിധിയായിരിക്കാം വരുന്നത്. വിധിയാണ് വരുന്നത് 100%. ഓക്കെ, അങ്ങനെയുള്ള ഒരു വിധിയാണ് വരുന്നത് എന്ന് വിചാരിച്ച് നാളെ ഈ വിധിയല്ല ഞാൻ അറിഞ്ഞിട്ടാണ് ഈ പറയുന്നതെന്ന് നാളെ ആരും ഇതിനകത്ത് കമന്റ് ചെയ്ത് കളയല്ലേ. അപ്പോൾ എല്ലാവരും സംയമനത്തോടു കൂടി കാത്തിരിക്കണം എന്നൊന്നും പറയണതിൽ യാതൊരു അർത്ഥമില്ല. കാരണം 10,000-കണക്കിന് സാധാരണ ആളുകളും ഈ ഹയർ കമാൻഡ് ഷോപ്പിൽ മെമ്പർഷിപ്പുള്ള ആളുകളാണ്. അവരൊക്കെ പൈസയ്ക്ക് വേണ്ടിയിട്ട് വല്ലാതെ പ്രയാസപ്പെടുകയാണ്. അപ്പോൾ കാത്തിരുന്നിട്ട് നമുക്ക് അനുകൂലമായൊരു വിധി വരുമ്പോൾ എല്ലാവരുടെയും പൈസ തിരിച്ചു കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇരിക്കുകയാണെങ്കിൽ തന്നെ ഈ ഓരോ ആളുകൾക്കും ഓരോരോ ചുമതലകൾ, കടബാധ്യതകൾ ബാങ്കിലും മറ്റ് ഫൈനാൻസ് കമ്പനിയിലൊക്കെ ഓരോ മാസവും തുകകൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അവരോടൊക്കെ എന്തെന്നാ പറയുക, ചില ആളുകൾ നിയമ സംവിധാനത്തിന് ചില സന്ദർഭത്തിൽ പ്രത്യേക സാഹചര്യത്തിൽ ചിലപ്പോൾ കുറ്റപ്പെടുത്തി സംസാരിച്ചെന്നൊക്കെ വരും. അത് നീതിന്യായ വ്യവസ്ഥയിൽ പിന്നെ ബഹുമാനമില്ലായ്മ കൊണ്ടല്ല, അവനവൻ്റെ അവസ്ഥ കൊണ്ട് പറഞ്ഞു പോണതാണ്. ചിലപ്പോൾ ഭരണകൂടത്തിനെ കുറ്റപ്പെടുത്തിയിരിക്കും, അതും അവനവൻ്റെ അവസ്ഥ കൊണ്ട് പറയുന്നതാണ്. ഓരോരുത്തരുടെയും നിസ്സഹായ അവസ്ഥ അത് അനുഭവിച്ച ആളുകൾക്കല്ലേ അതിൻ്റെ കാഠിന്യം അറിയുള്ളൂ. അപ്പോൾ ഈ സാധാരണക്കാരൻ്റെ വിഷമം അറിയണമെങ്കിൽ സാധാരണക്കാരാവണം. സമ്പന്നർക്ക് സാധാരണക്കാരുടെ വിഷമം അങ്ങനെ അറിഞ്ഞോളന്നില്ലല്ലോ, അവരെല്ലാ സമൃദ്ധിയിലല്ലേ. അങ്ങനെ നമുക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം ഒരാൾക്ക് ഇപ്പോൾ ഒരു പരാതി രൂപത്തിൽ കോടതിയിൽ അന്യായം കൊടുക്കാം. അതിന് നമ്മളെ ജനാധിപത്യ രാജ്യത്ത് വ്യവസ്ഥയുണ്ട്, ആർക്ക് വേണമെങ്കിലും അന്യായം ബോധിപ്പിക്കാം. പക്ഷെ എന്താ, അന്യായം ബോധിപ്പിച്ചാൽ ആ അന്യായം പഠിക്കേണ്ടതുണ്ട്. പഠിക്കാൻ കാലതാമസം എടുക്കും. പിന്നെ കാലതാമസം വന്നാൽ എന്താ ഉണ്ടാവുക, നമ്മൾ കൊടുത്ത അന്യായത്തിൻ്റെ വിധിയാവില്ല ആദ്യം പറയാം, അതിൻ്റെ മുന്നേ ഓർഡർ പ്രകാരമുള്ള വിധികളല്ലേ ആദ്യം പറയാം. അപ്പോഴും കാലതാമസം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ പറയാനുള്ള എളുപ്പമുള്ളൊരു വാക്കാണ് കാത്തിരിക്കുക. ക്ഷമയോടുകൂടി കാത്തിരിക്കുക, സംയമനം പാലിക്കുക. ഇതൊക്കെ പറയാൻ നല്ല പറയുമ്പോൾ എളുപ്പമാണ്, കേൾക്കാനും സുഖമാണ്. പക്ഷേ അനുഭവസ്ഥർക്ക് ഇതുകൊണ്ടൊന്നും പിന്നെ ആവില്ലല്ലോ. പൈസയ്ക്ക് പൈസ തന്നെ വേണ്ടേ? തീർച്ചയായിട്ടും. അപ്പോൾ പിന്നെ ഒരു ബദൽ സംവിധാനം എന്താ ഉണ്ടാവുക? ലോൺ അടയ്ക്കേണ്ട ബാങ്കിൽ ചെന്നിട്ട് ഹൈറിച്ചിൻ്റെ കേസ് വിധിയായി, എനിക്ക് ഭീമമായൊരു തുക കിട്ടാണ്ട്, ആ തുക കിട്ടിയിട്ട് ഞാൻ അടയ്ക്കാമെന്ന് പറഞ്ഞാൽ ഏതൊരു ബാങ്കാണ് നമുക്ക് സാവകാശം തരിക?